സൗരോർജ്ജ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വർദ്ധിച്ചു വരുന്ന ഇലക്ട്രിസിറ്റി ബില്ലുകളുടെ ഉപയോഗം കുറയ്ക്കാനും നമ്മൾക്ക് വൈദ്യുതി കാറുകൾ അതുപോലെ തന്നെ പാചകം ഇതിനെല്ലാം നമുക്ക് നല്ല രീതിയിൽ സാമ്പത്തിക ലാഭമുണ്ടാകുന്ന ഒരു സ്കീമായിട്ട് ഇതിനെ തോന്നിയത് കൊണ്ടാണ് ഇതിലോട്ട് എത്തിച്ചേരാനും. കായംകുളം പരിസരത്ത് പ്രദേശങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ അപൂർവമായിട്ടുള്ള വീടുകളിലും ഒക്കെ ഈ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുള്ളൂ. അത് നാമമാത്രമായുള്ള രീതിയിൽ ഇതിനെ ആൾക്കാർ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് സാധാരണക്കാരനെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് അവർക്ക് വേണ്ട പ്രയോജനങ്ങൾ, അവർക്ക് കിട്ടുന്ന ലാഭങ്ങൾ ഇതെല്ലാം നമ്മൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മനോരമയുടെ വനിതാ മാസിക അതിനകത്ത് വീടിന് എന്ന് പറഞ്ഞ പങ്ക്തിയുണ്ട്. അതിനകത്ത് നമ്മളിതിനെക്കുറിച്ച് ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. അങ്ങനെയാണ് നമ്മൾ റിനർജിയെക്കുറിച്ച് അറിയുന്നത്. അപ്പം നമുക്ക് വേണ്ടത് ഇത് വർഷങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇത് സർവീസ് കണക്ട് ചെയ്തിട്ടുള്ളൊരു ബിസിനസ്സാണ്. അതായത് നമ്മളിപ്പം സാധാരണ ഒരുപാട് ആൾക്കാർ ഈ ഏജൻസി എടുത്തിട്ട് പെട്ടെന്ന് നിർത്തി പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇതാകുമ്പോൾ റിനർജി ആകുമ്പം 10-25 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഒരു കമ്പനിയാണ്. അതൊരു ട്രസ്റ്റഡ് ബ്രാൻഡാണ് എന്നുള്ള നിലയ്ക്കാണ് ഈ റിനർജിയുടെ ഫ്രാഞ്ചൈസി നമ്മൾ എടുക്കുന്നതും നമ്മൾ അവരെ സമീപിക്കുന്നത്. അപ്പം ആഡ് കണ്ടിട്ട് ഞങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയുണ്ടായി. അങ്ങനെ അതിൻ്റെ MD ആയിട്ടുള്ള റോയ് സാറിനെ പരിചയപ്പെടുകയുണ്ടായി. അങ്ങനെയാണ് അവരുടെ ഹെഡ് ഓഫീസ് സന്ദർശിച്ച് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് തിരിഞ്ഞത്.